വർഷങ്ങളായിട്ട് ഈ അഭിനയ മേഖല നിൽക്കുകയാണ്. അതിന്റെ വിവാഹത്തിന് ശേഷമാണ് ഒരു ജനങ്ങളുടെ ഇടയിൽ കുറച്ചുകൂടെ ശ്രദ്ധിക്കപ്പെട്ടത്. അങ്ങനെയും പറയാം. ഞാൻ അത് അല്ലാന്നും പറയില്ല, ആണെന്നും പറയില്ല. കാരണം ഞാൻ പൊതുവെ ചെയ്തുകൊണ്ടിരുന്നത് മുഴുവനും വില്ലൻ ക്യാരക്ടേഴ്സ് ആയിരുന്നു. കുഞ്ഞുമോൾ ഇപ്പോഴും ചെയ്യുന്നത് വില്ലത്തി ക്യാരക്ടറാണ്. അതുകൊണ്ട് ആൾക്കാർക്ക് ഇങ്ങനെ അടുത്ത് വന്ന് സംസാരിക്കാൻ ഒരു പേടി. ശരിക്കും എങ്ങാനും ഇവർ വഴക്ക് പറയുമോ അല്ലെങ്കിൽ ഇവരെന്തായാലും ബഹളം ഉണ്ടാക്കുമോ എന്നൊക്കെ പേടിയുണ്ടാവും. പക്ഷെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞപ്പം കുഞ്ഞുമോൾ പാവാന്ന് അവർക്ക് മനസ്സിലായപ്പം ആ ഒരു ഓപ്പണിങ് വന്നു. ഞാൻ ഈ മുത്തശ്ശൻ ക്യാരക്ടർ ചെയ്ത് കഴിഞ്ഞപ്പം എന്നെ മുത്തശ്ശാന്ന് വിളിക്കാൻ ധൈര്യത്തിൽ കുറേ ആൾക്കാർ പറഞ്ഞു. പിന്നെ മുത്തശ്ശൻ അല്ലാന്ന് പറഞ്ഞപ്പോൾ കുറേ ആൾക്കാർ വിളിക്കുന്നത് നിർത്തി. ഇങ്ങനെ ഞാൻ വിളിക്കും, എൻ്റെ സമപ്രായക്കാരുടെ മുത്തശ്ശൻ. അത്രേ ഉള്ളൂ. there was a perspective change. കല്യാണം കഴിഞ്ഞപ്പോൾ ഒരു പെർസ്പെക്റ്റീവ് ചേഞ്ച് ഉണ്ടായി. ജനങ്ങളിൽ കൂടുതൽ അറിയാൻ പറ്റി അല്ലേ? തീർച്ചയായിട്ടും അതൊരു അവസരമായി. മാത്രം കണ്ടൊരു പരിചയം മാത്രമേ ഉള്ളൂ. അല്ലാതെ തന്നെ ഇപ്പോൾ ഇന്നലെ തന്നെ അഴീക്കൽ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ അവിടുത്തെ ജനങ്ങൾ ഞങ്ങൾക്ക് തന്ന സ്നേഹം കാണുമ്പോൾ മനസ്സ് വല്ലാതെ അങ്ങ് എന്താ പറയുക, ഇത്രയും സ്നേഹിക്കാൻ പറ്റുമോ എന്നുള്ളത്. അവരങ്ങനെ സ്നേഹിക്കാം. അപ്പോൾ ആ സ്നേഹത്തിനൊക്കെ ഞങ്ങൾ എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. അത് അവിടുത്തെ ഓരോ ആൾക്കാരും, അവിടെ സെൽവി ആയാലും ശരി, രാജ്കുമാർ ആയാലും, അവിടുത്തെ സംഘടനയുടെ പ്രസിഡന്റ് ആയാലും, അവിടുത്തെ ഓരോ നാട്ടുകാരായാലും ശരി, ഞങ്ങൾ കടലിലേക്ക് പോകാൻ വേണ്ടി ബോട്ടിൽ കയറിയപ്പം ഞങ്ങളെ കൈപിടിക്കാനും ഞങ്ങളെ സേഫാക്കാനും ഞങ്ങൾക്ക് പഴം തരാനും വെള്ളം കൊണ്ടുതരാനും അവർ കാണിച്ച ആ സ്നേഹം എന്ന് പറഞ്ഞാൽ നമ്മളെന്തോ വീട്ടുകാരാണ് എന്നുള്ള ആ ഒരു ഫീലിംഗ് ശരിക്കും ഒത്തിരി സന്തോഷം. അപ്പം നിങ്ങൾ ചേരേണ്ടവർ ചേരുമ്പോൾ ഒരു പഴത്തിലുണ്ടല്ലോ, അതുപോലെ അത് ആ ഒരു രണ്ടുപേർക്ക് അത് ഗുണം ചെയ്തു അല്ലേ? പ്രൊഫഷണലായാലും തീർച്ചയായിട്ടും. ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂവിൽ ചോദിച്ചു ഈ കഴിഞ്ഞ 4 മാസത്തിൽ എന്ത് നടന്നു എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ 4 മാസത്തിൽ ഞങ്ങൾ കുറച്ചുകൂടി അടുത്തു. അത് ഇനിയും അങ്ങനെ തന്നെ ഉണ്ടാവും. പിന്നെ ഈ യൂട്യൂബിൽ വന്നിട്ട് ഞങ്ങളുടെ ഡിവോഴ്സായി എന്ന് പറയുന്ന ആൾക്കാരോട് ഞാൻ നേരത്തെ പറയുന്ന കാര്യം, അതൊരു അസുഖമാണ്, മാറിക്കൊള്ളും, കുഴപ്പമില്ല, ഗെറ്റ് വെൽ സൂൺ. അത്തരം അസുഖമുള്ള ആൾക്കാർ ഇനിയും ഉണ്ടാവും, നോ പ്രോബ്ലം. നിങ്ങൾ ഒരുമിച്ച് കാണുമ്പോൾ അത് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത് ഈ ബി-ടെക്സ് പോലത്തെ മരുന്നൊക്കെ നല്ലതെന്നാണ് പറഞ്ഞു കേട്ടത് ഈ ചോദിക്കാൻ. മാന്യമായ രീതിയിൽ വസ്ത്രം ധരിച്ച് അമ്പലത്തിൽ പോയിട്ട് അതിനും വരെ തെറി പറയാൻ ആൾക്കാരുണ്ട്. അത് മാറ്റാൻ വേണ്ടി പറ്റൂല. ഈ എടുത്താ അറിയാം നമുക്ക് അതിനകത്ത് എന്തൊക്കെയാണ് കാണുന്നത്. പല ബ്രാൻഡ് ഉണ്ട്, ബി-ടെക്സ് ഉണ്ട്, ലിച്ചൻസ് ഉണ്ട്. അതിലേതെങ്കിലും ഒന്ന് വാങ്ങിച്ചു തേച്ചാൽ മാറിക്കും. അല്ല, അതാ ഞാൻ പറഞ്ഞത്, അവരുടെ സ്നേഹം കാണാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. ഞങ്ങൾ കുറേയധികം ആൾക്കാരെ ഞങ്ങൾ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒത്തിരി സന്തോഷമുണ്ട്. എല്ലാവരെയും പേഴ്സണലി ചെന്ന് കണ്ട് പറയാൻ പറ്റില്ല, എല്ലാവർക്കും പേഴ്സണലി കമൻറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇപ്പം ഞാൻ പറയുന്നു, അവരുടെ സ്നേഹത്തിൻ്റെ മുന്നിൽ ഞങ്ങൾ എന്താ പറയേണ്ടതെന്ന് അറിയില്ല. പ്രോബ്ലി ഒരു ബ്ലാങ്ക് സൈലൻസ്. സ്നേഹം ഇല്ല, അത് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആസ് എ ഹ്യൂമൻ അതെന്നും ഇതേ രീതിയിൽ തന്നെ തുടരും. തീർച്ചയായിട്ടും ഞങ്ങൾ റെസ്പോൺസിബിൾ ആയിരിക്കും. ഞങ്ങൾ കണ്ടവരുടെ വീട്ടിൽ കയറി അവരുടെ കുടുംബത്തിന് ചീത്ത പറയാൻ പോവില്ല. ഞങ്ങൾ അത്രയും ആ ലെവലിലേക്ക് ഒരിക്കലും പോവില്ല. പിന്നെ ഓവറായിട്ട് ഞങ്ങൾ എന്താ പറയുക, ഈ ആൾക്കാർ പറയും, ഓ നിങ്ങളെ കണ്ട് മടുത്തു, കാണണ്ട. അയ്യോ, ഞങ്ങൾ ആരെയും ഫോഴ്സ് ചെയ്തിട്ടില്ല.